ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് നമ്മൾ പലതരം ചർച്ചകൾ നടത്താറുണ്ട്. നമ്മുടെ ജോലി മുഴുവൻ AI ഏറ്റെടുക്കുമോ, നമ്മുടെ രാജ്യസുരക്ഷയെ ഇത് ബാധിക്കുമോ, സ്വകാര്യ വിവരങ്ങളൊക്കെ ചോർത്തിക്കളയുമോ, ഇങ്ങനെ നിരവധി ചോദ്യങ്ങളുണ്ട്. എന്നാൽ നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത പുതിയൊരു തരം വിവാദമാണ് ഇപ്പോൾ AI പ്ലാറ്റ്ഫോമിനെ കുറിച്ച് ഇന്ത്യയിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. സത്യം പറയുന്ന AI ചാറ്റ് ബോട്ടുകൾ വല്ലാത്ത തലവേദനയാവുകയാണ് ചിലർക്കിപ്പോൾ. ഇതിനെ എങ്ങനെ മര്യാദ പഠിപ്പിക്കാമെന്നാണ് ഒരു വിഭാഗത്തിൻ്റെ ആലോചന. പറഞ്ഞു വരുന്നത് എലോൺ മസ്കിൻ്റെ സ്വന്തം ഗ്രോക്ക് AI എന്ന പ്ലാറ്റ്ഫോമിനെ കുറിച്ചാണ്. ഗ്രോക്ക് AI നൽകുന്ന ചില തട്ടുതകർപ്പൻ മറുപടികൾ പലരുടെയും കള്ളി വെളിച്ചത്താക്കുന്നതിനെ കുറിച്ചാണ്. കുറച്ചു ദിവസങ്ങളായി സോഷ്യൽ മീഡിയയ്ക്ക് തീയിട്ടുകൊണ്ടിരിക്കുന്ന ഗ്രോക്ക് AI സംഘ് പാളയത്തിൻ്റെ നുണവ്യാപാരത്തെ എങ്ങനെ പൊളിച്ചെഴുതുന്നു എന്നതിനെക്കുറിച്ചാണ്. സ്വാഗതം ഫാക്റ്റ് ആൻഡ് ഫോക്കസിലേക്ക്. എലോൺ മസ്കിൻ്റെ XAI എന്ന കമ്പനി 2023 ആരംഭിച്ചതാണ് ഗ്രോക്ക് AI. ChatGPT, Gemini, DeepSeek ഇങ്ങനെ തുടങ്ങിയ AI ചാറ്റ് ബോട്ടുകളെ പോലെ തന്നെയാണ് ഗ്രോക്ക് AIയുടെയും പ്രവർത്തനം. കഴിഞ്ഞ മാസമാണ് ഗ്രോക്ക് AIയുടെ ഏറ്റവും പുതിയ വെർഷൻ എലോൺ മസ്ക് ലോഞ്ച് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ Xൽ ഗ്രോക്ക് AIയെ നേരിട്ട് ഉപയോഗിക്കാനാകും. Xൽ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഗ്രോക്കിനെ മെൻഷൻ ചെയ്യാം. ഗ്രോക്ക് അതിന് നേരിട്ട് തന്നെ റിപ്ലൈ തരും. ഈ സൗകര്യം വന്നതോടെ ഗ്രോക്കിനെ വ്യാപകമായി ആളുകൾ Xൽ ഉപയോഗിച്ചു തുടങ്ങി. അതോടെ ഗ്രോക്ക് തരുന്ന ഉത്തരങ്ങൾ കണ്ട് പലരുടെയും കിളി പാറാൻ തുടങ്ങി. RSSന് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ എന്താണ് പങ്കെന്ന് ചോദിച്ചു നോക്കി. അവർ ഒരു ചുക്കും ചെയ്തിട്ടില്ല എന്നാണ് ഗ്രോക്കിൻ്റെ മറുപടി. ഏത് ഇന്ത്യൻ പ്രധാനമന്ത്രിക്കാണ് പത്രസമ്മേളനം നടത്താൻ വല്ലാത്ത പേടിയെന്ന് ചോദിച്ചു. നരേന്ദ്രമോദി എന്ന് പച്ചക്കുത്തരം നൽകി. രാജ്യത്തെ ഏറ്റവും വലിയ വർഗീയത നിറഞ്ഞ രാഷ്ട്രീയ നേതാവും മോഡിയാണെന്നാണ് ഗ്രോക്ക് പറയുന്നത്. ബ്രിട്ടീഷുകാരോട് മാപ്പ് പറഞ്ഞ, ബ്രിട്ടീഷ് സർക്കാരിൽ നിന്ന് 60 രൂപ പ്രതിമാസം പെൻഷൻ വാങ്ങിക്കൊണ്ടിരുന്ന സവർക്കറെക്കുറിച്ചും ഗ്രോക്ക് ഇങ്ങനെ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ചരിത്രത്തിൻ്റെ താളുകൾ മറിച്ചു നോക്കൂ, സത്യം അവിടെയുണ്ടാകും എന്നൊരു ഉപദേശവും ഗ്രോക്കിൻ്റെ വക കിട്ടുന്നുണ്ട്. കൃത്യമായി ചരിത്രം പഠിക്കുന്നവർക്ക് ഇതിൽ അത്ഭുതമൊന്നുമില്ല. പക്ഷേ വർഷങ്ങളുടെ അധ്വാനം കൊണ്ട് BJPയുടെ IT സെൽ നിർമ്മിച്ചെടുത്ത നുണകളുടെ കൊട്ടാരങ്ങൾ, ലക്ഷക്കണക്കിന് വാട്സപ്പ് മെസ്സേജുകളിലൂടെ പടച്ചുവിട്ട കള്ളക്കണക്കുകൾ, വളച്ചൊടിച്ച ചരിത്രങ്ങൾ, പ്രചരിപ്പിച്ച നുണക്കഥകൾ, ഇങ്ങനെ തുടങ്ങി മുഴുവൻ പ്രൊപ്പഗണ്ട മെസ്സേജുകളും നിമിഷങ്ങളെ കൊണ്ട് തച്ചുടച്ചുകൊണ്ടിരിക്കുകയാണ് ഗ്രോക്ക് AI. BJPക്കെതിരെ കോൺഗ്രസിൻ്റെ IT സെൽ നിർമ്മിച്ചതാണ് ഗ്രോക്ക് എന്ന് പോലും ചില അന്ധഭക്തന്മാർ പറയുന്നുണ്ട്. ചരിത്രത്തിൽ നിന്നും തെളിവുകൾ ഉദ്ധരിച്ച് നുണകളെ പൊളിച്ചടക്കുന്ന ഗ്രോക്ക് AIയുടെ പബ്ലിക് ഫാക്ട് ചെക്കിംഗ് അത്രയ്ക്ക് ഉപദ്രവമാണ് ഇവിടുത്തെ സംഘ് പാളയത്തിന് വരുത്തി വെച്ചുകൊണ്ടിരിക്കുന്നത്. ChatGPT, Gemini, DeepSeek ഇങ്ങനെ തുടങ്ങി നിരവധി AI ചാറ്റ് ബോട്ടുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഗ്രോക്ക് AIയെ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമാക്കുന്ന 4 പ്രധാന ഘടകങ്ങളാണുള്ളത്. സ്വകാര്യമായി ആപ്ലിക്കേഷനിലൂടെ പരസ്പരം ചാറ്റ് ചെയ്യുന്ന രീതിക്ക് പുറമെ പബ്ലിക്കായിട്ട് Xൽ പോസ്റ്റുകളിലും കമൻറ്റുകളിലും റീപ്ലൈ തരാൻ ഗ്രോക്കിന് കഴിയും. ആരെന്ത് നുണകൾ ഏത് രൂപത്തിൽ പോസ്റ്റ് ചെയ്താലും അതിന് താഴെ ഗ്രോക്കിനെ ഒന്ന് മെൻഷൻ ചെയ്താൽ മാത്രം മതി, സത്യാവസ്ഥ ഗ്രോക്ക് എഴുതിത്തരും. മറ്റൊരു പ്രത്യേകത റിയൽ ടൈം വിവരങ്ങളുടെ ലഭ്യതയാണ്. Xൽ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വിവരങ്ങളും അപ്പോൾ ഗ്രോക്ക് AI ആക്സസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. തീരെ കുറഞ്ഞ സെൻസർഷിപ്പും ഗ്രോക്കിൻ്റെ പ്രത്യേകതയാണ്. ഇതിനെല്ലാം പുറമെ സർക്കാസവും ഹ്യൂമർ സെൻസും കാഷ്വൽ ലാംഗ്വേജുമാണ് ഗ്രോക്കിനെ മറ്റുള്ള AI ചാറ്റ് ബോട്ടുകളിലേക്കാൾ കൂടുതൽ ജനപ്രിയനാക്കുന്നത്. വളരെ പൊളൈറ്റായി ഫോർമലായി മറുപടി തരുന്ന ChatGPTയെ പോലെയല്ല ഗ്രോക്ക്. മനുഷ്യൻ്റെ എല്ലാവിധ സ്വഭാവങ്ങളെയും സെൻസർ ചെയ്യാതെ അവതരിപ്പിക്കുകയാണ് ഗ്രോക്ക് AI ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഗ്രോക്കിനെ കോൺഗ്രസിൻ്റെ IT സെൽ പ്രൊഡക്റ്റാക്കാൻ ശ്രമിച്ചവരോട് അന്ധഭക്തി ചോടോ, ഫാക്ട്സ് ദേഖോ ഇങ്ങനെ പച്ചക്ക് ഗ്രോക്ക് AI പറയുന്നത്. ഇതാണിപ്പോൾ പ്രശ്നമാകുന്നതും. പച്ചക്ക് തെറി വിളിച്ച് പോസ്റ്റ് ചെയ്യുന്നവർക്ക് അതേ നാണയത്തിൽ തെറി അഭിഷേകം നടത്തി മറുപടി നൽകാൻ ഗ്രോക്കിന് സാധിക്കുന്നു. എലോൺ മസ്ക് ആവട്ടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ മനുഷ്യനെ പോലെ തന്നെ സാങ്കേതിക വിദ്യയെയും ട്രെയിൻ ചെയ്യിപ്പിച്ചതുകൊണ്ട് തെറിവാക്കുകൾക്കൊന്നും സെൻസർഷിപ്പ് വെച്ചിട്ടില്ല താനും. നർമ്മവും പ്രതികാര ഭാഷയും ഗ്രോക്കിന് ഉപയോഗിക്കാൻ അറിയുമെന്നാണ് XAI കമ്പനി ആദ്യമേ പറഞ്ഞിട്ടുള്ളത്. ഗ്രോക്ക് AI ഇപ്പോൾ സംഘ് കുടുംബത്തിൻ്റെ നുണ വ്യവസായം മുഴുവൻ തകർത്തുകൊണ്ടിരിക്കുകയാണ്. റിപ്പബ്ലിക് TV, ആജ് തക് അടക്കമുള്ള ഗോഡി മീഡിയകളെ, അർണാബ് ഗോസ്വാമി, സുധീർ ചൗധരി അടക്കമുള്ള മാധ്യമ പ്രവർത്തകരെ, ANI അടക്കമുള്ള ഏജൻസികളെ എല്ലാവരെയും BJP പ്രൊപ്പഗണ്ടകളുടെ വക്താക്കളാണെന്ന്
ഗ്രോക്ക് AI ചോദിക്കുന്നവരോടെല്ലാം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. എന്തിനേറെ പറയണം, പലതവണ എക്സിൽ ഏറ്റവും കൂടുതൽ ഡിസ്ഇൻഫർമേഷൻ പ്രചരിപ്പിക്കുന്നത് ആര് എന്ന ചോദ്യത്തിന് എലോൺ മസ്ക് എന്ന് തന്നെയാണ് ഗ്രോക്ക് ഉത്തരം നൽകിയിരുന്നത്. സ്വന്തം ഉടമസ്ഥനെതിരെ പോലും കളവ് പറയാനറിയാത്ത സത്യസന്ധനായ AI ചാറ്റ്ബോട്ട്. ചോദിക്കുന്ന അതേ ഭാഷയിൽ മറുപടി നൽകുന്ന ഗ്രോക്കിൻ്റെ ഭാഷയ്ക്കെതിരെ ഇന്ത്യൻ ഗവൺമെൻറ് എക്സ് കമ്പനിയോട് വിശദീകരണം തേടും. സ്വാഭാവികം. ഇങ്ങനെ സത്യം വിളിച്ചു പറഞ്ഞാൽ ഏത് നുണക്കമ്പനികളും ഒന്ന് പേടിക്കും. പക്ഷേ അങ്ങനെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എക്സ് കോർപ്പറേഷൻ. കഴിഞ്ഞ ദിവസം അവർ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കെതിരെ കർണാടക ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. എക്സിലെ കണ്ടന്റുകൾ ബ്ലോക്ക് ചെയ്യാൻ സർക്കാർ പ്ലാറ്റ്ഫോമിനോട് ആവശ്യപ്പെടുന്നുണ്ടത്രേ. സർക്കാർ ഏജൻസികൾ മറ്റുള്ളവർക്ക് ഓട്ടോമേറ്റഡായി നോട്ടീസ് അയക്കാൻ കൊണ്ടുവന്ന കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ സഹയോഗ് പോർട്ടൽ സെൻസർഷിപ്പ് പോർട്ടലാണെന്നാണ് കമ്പനി പറയുന്നത്. ഒരു ഭാഗത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും എലോൺ മസ്കും ചർച്ചകൾ നടത്തുന്നു. സ്റ്റാർലിങ്ക് ഇന്ത്യയിലേക്ക് ഉപഗ്രഹ ഇൻ്റർനെറ്റ് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ തകൃതിയായി നടത്തുന്നു. അതിനായി എയർടെലും ജിയോയുമായും കരാറൊപ്പിടുന്നു. ടെസ്ലയുടെ ഇന്ത്യയിലേക്കുള്ള പ്രവേശനം ഉടനെയുണ്ടാകുമെന്ന് പറയുന്നു. അതിനിടക്കാണ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ മസ്കിൻ്റെ കമ്പനി കേന്ദ്ര സർക്കാരിനോട് കൊമ്പുകോർക്കാൻ കോടതി കയറുന്നത്. മസ്കിൻ്റെ AI ചാറ്റ്ബോട്ട് ഇന്ത്യയുടെ രാഷ്ട്രീയ പരിസരത്ത് കെട്ടിപ്പൊക്കിയ നുണയുടെ കൂമ്പാരങ്ങളെ ഓരോന്നായി പൊളിച്ചു കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഫ്രീ സ്പീച്ച് എന്നത് എലോൺ മസ്കിൻ്റെ മുദ്രാവാക്യമാണ്. ഫ്രീ സ്പീച്ചിൻ്റെ പേരിലാണ് ട്വിറ്ററിനെ വാങ്ങി മസ്ക് എക്സാക്കി മാറ്റിയത്. അവിടെയാണ് സംഘപാളയത്തിൻ്റെ മുഴുവൻ വ്യാജ ഫാക്ടറികളെയും തകർത്ത് കളയുന്ന പണി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സത്യം പരക്കാതിരിക്കാൻ സെൻസർഷിപ്പാണ് സർക്കാർ കാണുന്ന വടിയെങ്കിൽ മസ്കിൻ്റെ സഹകരണം ഇനിയും കുറയും. എന്നാൽ ഗ്രോക്കിനെ ഇങ്ങനെ കയറൂരി സത്യം പറയാൻ വിട്ടാൽ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയും IT സെല്ലും പടച്ചുവിടുന്ന 100 കൂട്ടം നുണകൾക്ക് തുമ്പില്ലാതെയാകും. ഒരു കാര്യത്തിൽ സന്തോഷിക്കാം, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കാലത്തെ നുണവ്യാപാരത്തിന് ഭാവിയുണ്ടാകില്ല. AI ചാറ്റ്ബോട്ടുകൾ നടത്തുന്ന സ്വച്ഛ് ഭാരതിൽ ജനാധിപത്യ ഇന്ത്യക്ക് പ്രതീക്ഷയുണ്ട്.